ഉറപ്പായി മുടി തഴച്ച് വളരും കേട്ടോ. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. തുമ്പ് കെട്ടിയിട്ട് മുട്ടോളം വളർന്ന് നീണ്ടു കിടക്കുന്ന മുടിയാണ് പണ്ടത്തെ പെൺകുട്ടികളുടെ പ്രധാന ആകർഷണമെങ്കിൽ ഇന്ന് അതൊക്കെ മാറിയേ, അല്ലെങ്കിൽ കാലം മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഫാഷൻ്റെ പേരിൽ പലരുടെയും മുടിയുടെ നീളവും വണ്ണവും കുറച്ചുവെങ്കിലും ചിലർക്ക് ജീവിത രീതി കൊണ്ട് വളരാത്തതാണ് പ്രശ്നം. കൊഴിയുന്നതിനനുസരിച്ച് മുടി വളർന്നില്ല എങ്കിൽ പെട്ടെന്ന് ഉള്ളു കുറയും കേട്ടോ. മുടി തഴച്ച് വളരാൻ നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ചാൽ മതി എന്നും ഈ 10 കാര്യങ്ങൾ ശീലിച്ചാൽ ആരോഗ്യവും കരുത്തുമുള്ള മുടി ലഭിക്കുകയെ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് കേട്ടോ. ഭക്ഷണത്തിന് മുടിയുടെ വളർച്ചയിൽ കാര്യമായ പങ്കുണ്ട്. ഇലക്കറികൾ, ബീൻസ്, ചെറിയ മീനുകൾ, ചിക്കൻ എന്നിവ മുടിക്ക് വേണ്ട പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. ഇവ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായ മുടിയുടെ നിലനിൽപ്പിനും പ്രോട്ടീൻ ധാരാളം ലഭിക്കേണ്ടതുണ്ട്. പ്രോട്ടീനുകളും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കാം കേട്ടോ. ശിരോചർമ്മത്തിന് മസാജ് കൊടുക്കുക, അതായത് വിരലഗ്രം വെച്ച് ശിരോചർമ്മം നന്നായി മസാജ് ചെയ്യണം. ചൂടാക്കിയ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നഖമുള്ളവർ ഒരു കാരണവശാലും നഖം ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് വിരലഗ്രം വെച്ച് മാത്രം മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നഖം വെച്ച് മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ സ്ക്രാച്ച് വീഴാനും അതുവഴി ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുകൊണ്ട് നഖമുള്ളവർ നഖം ഉപയോഗിച്ച് ഒരു കാരണവശാലും മസാജ് കൊടുക്കരുതേ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ മുടി വെട്ടുന്നത് ശീലമാക്കണേ. ഇത് മുടിയുടെ അറ്റം വിണ്ടു കീറുന്നതിന് തടയുകയും ഇതുവഴി മുടി വളരുകയും ചെയ്യും കേട്ടോ. അതേസമയം മുടി കൂടുതൽ വെട്ടാതെയും ഇടവേളകളില്ലാതെ അടിക്കടി വെട്ടുകയും ചെയ്യരുതേ. അതുപോലെ തന്നെ എന്നും ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുന്നത് ദോഷം ചെയ്യും. പൊടിയും മറ്റും നീങ്ങി മുടി വൃത്തിയായി ഇരിക്കണമെന്നത് ശരി തന്നെ എന്ന് കരുതി നിയന്ത്രണമില്ലാതെ ഷാമ്പു ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഉപരി ദോഷമേ ചെയ്യൂ കേട്ടോ. ഇതുവഴി മുടി വരണ്ടു പോകാനും മുടി വളരാൻ സഹായിക്കുന്ന നാച്ചുറൽ ഓയിൽ നഷ്ടമാവുകയും ചെയ്യും. ഷാമ്പു ചെയ്തു കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മുടി ഒതുങ്ങിക്കിടക്കാൻ ചീപ്പ് നിർബന്ധമാണെങ്കിലും അമിത ഉപയോഗം ഒഴിവാക്കണം കേട്ടോ. ദിവസവും 10 മിനിറ്റിൽ കൂടുതൽ മുടി ചീകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മുടി ചീകുന്നത് ശിരോചർമ്മത്തെ ഉത്തേജിപ്പിക്കാമെങ്കിലും മൃദുവല്ലാത്ത ഉപയോഗം ദോഷമേ ചെയ്യും കേട്ടോ. നനഞ്ഞിരിക്കുമ്പോൾ മുടി ചീകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് മുടിയെ എത്രയൊക്കെ സംരക്ഷിച്ചിട്ടും കൊഴിച്ചിൽ കുറയുന്നില്ലെങ്കിൽ അതിനു പിന്നിൽ മാനസിക സമ്മർദ്ദം ചെലുത്തുന്നത് മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കും കേട്ടോ. ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ കോട്ടൺ തലയിണ കവറിന് ഗുഡ് ബൈ പറയാൻ മറക്കരുതേ. മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോട്ടൺ തലയിണ കവറിന് ഗുഡ് ബൈ പറയേണ്ടിയിരിക്കുന്നു. അതായത് സിൽക്ക് കൂടുതൽ മൃദുവായതിനാൽ ഉരസി മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറയ്ക്കുക. അതുകൊണ്ട് സിൽക്കി തലയിണ ഉറകൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത് പ്രകൃതിദത്ത ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുടിക്ക് ചേരുന്ന പ്രകൃതിദത്ത ഹെയർ പാക്കുകൾ കണ്ടെത്തി ആഴ്ചയിൽ ഒരിക്കൽ പുരട്ടാൻ കേട്ടോ. തേൻ, നാരങ്ങ, അവകാഡോ, ഒലിവ് ഓയിൽ തുടങ്ങിയ മുടിയെ മൃദുവും തിളക്കമുള്ളതാക്കാൻ ധാരാളം ഘടകങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് മുടിക്ക് മാത്രമല്ല ശരീരത്തിനാകെയും നല്ല ഫലം ചെയ്യും കേട്ടോ. ശരീരത്തെ ടോക്സിനുകളെയെല്ലാം പുറന്തള്ളി പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നതിന് വെള്ളത്തിന് പ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ തലമുടി കൊഴിച്ചിൽ തടയാൻ ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ കൂടെ പറയാം. തലമുടി കൊഴിച്ചിലാണ് ഇന്ന് പലരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. പല കാരണങ്ങൾ കൊണ്ട് തലമുടി കൊഴിയാലേ. അത്തരത്തിൽ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡയറ്റിൻ്റെ കാര്യം തന്നെയാണ്. അതായത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ. ഇതിനായി ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതായിരിക്കും. തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ഇതിനായി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ കറിവേപ്പില, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയിൽ അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ബീറ്റ കരോട്ടിൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു കേട്ടോ. അതിനാൽ കറിവേപ്പില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും. നമ്മുടെ അയണും ഫോളിക് ആസിഡും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ. ഇതിനായി ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, ഫിക്സ് തുടങ്ങിയ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്
ശ്രമിക്കണം. അടുത്ത നമ്മുടെ പ്രോട്ടീനാണ് കേട്ടോ. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി വളരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ പ്രകൃതിദത്ത എണ്ണകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതായത് കടുകെണ്ണ, ബദാമെണ്ണ, ആവണക്കെണ്ണ, റോസ്മേരി ഓയിൽ തുടങ്ങിയവ മുടിയിൽ പുരട്ടുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രകൃതിദത്ത ഹെയർ മാസ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറ്റാർവാഴ, വെളിച്ചെണ്ണ, തൈര്, ഉലുവ, കറിവേപ്പില, റോസ്മേരി ഇലകൾ തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ പാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കെമിക്കൽസ് അടങ്ങിയ ഹെയർ പാക്കുകളിൽ നിന്ന് 100% നമുക്ക് നമ്മുടെ മുടിക്ക് സംരക്ഷണം നൽകുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് ഈ ഹെയർ പാക്കുകളൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പോയിൻ്റെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കരുത്തുറ്റ മുടിക്കായി ഭക്ഷണശീലത്തിലും മാറ്റങ്ങൾ വരുത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തലമുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മുടി കൊഴിച്ചിൽ അലട്ടുന്നുണ്ടെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഇതിന് പിന്നിലെ കാരണം മനസ്സിലായെന്ന് വരില്ല കേട്ടോ. അന്തരീക്ഷ താപനിലയും ഹോർമോൺ വ്യതിയാനം തുടങ്ങിയ ഭക്ഷണ ശൈലി വരെ ഇതിന് പങ്കുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാരണം അറിഞ്ഞിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ കാരണമറിയാതെ ഒരു കാരണവശാലും കെമിക്കൽസ് അടങ്ങിയ ഷാംപൂസോ ഹെയർ പാക്കുകളോ വാങ്ങിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് റിസൾട്ടായിരിക്കും തരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കാരണമറിയാതെ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഹെയറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് വൈകിട്ട് കുളിച്ചു മുടി ഈറനോടെ തന്നെ കെട്ടിവെച്ചോ അല്ലാതെ കിടക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് മുടിയുടെ ആരോഗ്യത്തെ വളർച്ചയും ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ. മുടി ഈറനോടെ അഴിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും മുടി ഈറനോടെ കെട്ടിവയ്ക്കുന്നത് ഫംഗസ് വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും കേട്ടോ. മുടി നല്ലതുപോലെ ഉണക്കി കെട്ടിവച്ചതിന് ശേഷം മാത്രം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ ആരോഗ്യത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയ ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.